সরকার যা করবেন তাই, না হলে আমার গরু ছেড়ে দেবো আর আত্মহত্যা করবো। ബലിപെരുന്നാൾ അടുത്തിരിക്കെ മുസ്ലിം യുവാക്കൾ കന്നുകാലി വിൽപ്പന തടഞ്ഞു. ശരിക്കും എന്താണ് നടക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ഒരു വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ ചില മുസ്ലിം യുവാക്കൾ പശു വിൽപ്പന തടയുന്നതുമായി ബന്ധപ്പെട്ട്. വൈറലായ ചില വീഡിയോകളിൽ പശുക്കളെ വിൽക്കാനോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനോ ശ്രമിക്കുന്നവരെ തടഞ്ഞ് ഇത് വിൽക്കരുത്, പ്രശ്നമാകും, തിരികെ കൊണ്ടുപോകൂ എന്ന് പറയുന്ന ദൃശ്യങ്ങൾ കാണാം. ഇന്ത്യയിൽ ഇതുവരെ പശുരാഷ്ട്രീയത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹമാണ് പലപ്പോഴും ലക്ഷ്യമാക്കപ്പെട്ടതും ഗോരക്ഷാ സംഘങ്ങളുടെ നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഇരയായതും. എന്നാൽ ഇപ്പോൾ അതേ മുസ്ലിം സമൂഹത്തിലെ ചില യുവാക്കൾ തന്നെ പശു വാങ്ങലിനും വിൽക്കലിനുമെതിരെ രംഗത്ത് വരുന്നത് രാഷ്ട്രീയമായും സാമൂഹികമായും വലിയ ചർച്ചയാകുകയാണ്. ഈ സംഭവത്തിന് പിന്നിലെ പശ്ചാത്തലം ബക്രീദിന് മുന്നോടിയായി പശ്ചിമ ബംഗാളിൽ വന്ന കർശന നിയന്ത്രണങ്ങളാണ്. പശുക്കളെ കശപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ശക്തമായി നടപ്പാക്കുമെന്നും വെറ്റിനറി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ കന്നുകാലികൾ അറുക്കുന്നത് അനുവദിക്കില്ലെന്നും ഭരണകൂടം വ്യക്തമാക്കിയതോടെ പല മുസ്ലിം മത നേതാക്കളും സംഘടനകളും പൊതുവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. നിയമപ്രശ്നങ്ങളിൽ പെടരുത്, സംഘർഷ സാധ്യത ഒഴിവാക്കുക, പശുവിന് പകരം ആടിനെയോ മറ്റോ പരിഗണിക്കുക എന്ന നിലപാടുകൾ ചിലയിടങ്ങളിൽ ഉയർന്നു. പക്ഷേ ഇവിടെ രാഷ്ട്രീയം ഒരു വലിയ ചോദ്യമായി മാറുന്നു. ഇത് വെറും നിയമഭീതിയുടെ ഫലമാണോ, അതോ രാജ്യത്ത് വർഷങ്ങളായി രൂപപ്പെട്ട കൗ പൊളിറ്റിക്സ് എന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണോ? പശുവിന്റെ പേരിൽ കേസുകളും മതപരമായ ധ്രുവീകരണവും ശക്തമായ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു വിഭാഗം മുസ്ലിം യുവാക്കൾ പ്രശ്നം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നത് ഭയത്തിന്റെ രാഷ്ട്രീയമെന്നോ സർവൈവൽ പൊളിറ്റിക്സ് എന്നോ വ്യാഖ്യാനിക്കാം. രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ്. പശ്ചിമ ബംഗാളിൽ ദീർഘകാലമായി മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിക്കുന്ന ഭരണകൂടം നിലനിൽക്കുമ്പോഴും ദേശീയ തലത്തിൽ ഉയർന്നുവരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം സംസ്ഥാനങ്ങളിലെ സാമൂഹിക പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്. കാരണം ഒരു കാലത്ത് ബക്രീദ് വിപണിയുടെ പ്രധാന ഭാഗമായിരുന്ന കന്നുകാലി വ്യാപാരത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം തന്നെ സൂക്ഷ്മത പാലിക്കാൻ നിർബന്ധിതരാകുന്നത് മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ സൂചനയാണെന്ന് ചിലർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിന്റെ സാമ്പത്തിക വശവും പ്രധാനമാണ്. ബംഗാളിലെ നിരവധി ഹിന്ദു കർഷകരും ചെറുകിട വ്യാപാരികളും വർഷങ്ങളായി ബക്രീദ് സമയത്ത് കന്നുകാലികളെ വാങ്ങുന്നവരെ ആശ്രയിച്ചാണ് പശു വളർത്തലും വിൽപ്പനയും നടത്തുന്നത്. ഇത്തവണ വാങ്ങുന്നവർ പിന്മാറിയതോടെ നഷ്ടം നേരിടേണ്ടി വരുന്നത് അവർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന ലളിതമായ രാഷ്ട്രീയ ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്നില്ല. മറിച്ച് മതരാഷ്ട്രീയത്തിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ഉപജീവനത്തെയും ആണോ എന്ന വലിയ ചോദ്യം ഇത് ഉയർത്തുന്നു. ബംഗാളിൽ മുസ്ലിം യുവാക്കൾ പശു വിൽപ്പന തടഞ്ഞത് മതപരമായ ബോധവൽക്കരണമാണോ, നിയമഭീതിയുടെ പ്രകടനമാണോ, അതോ വർഷങ്ങളായി ഇന്ത്യയിൽ വളർന്നു വന്ന പശു രാഷ്ട്രീയത്തിന്റെ ഒരു പുതിയ മുഖമാണോ? ഒരിക്കൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിരുന്ന രാഷ്ട്രീയം ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ തീരുമാനങ്ങളെയും പെരുമാറ്റങ്ങളെയും മാറ്റി തുടങ്ങി. അതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച.